നമസ്കാരം. വെബ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. ഇന്ത്യ US വ്യാപാര കരാറിൽ വിശദീകരണവുമായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കരാർ ആത്യന്തികമായി കർഷകരെ സഹായിക്കും. അമേരിക്കയിൽ നിന്ന് $500 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് പ്രശ്നമുണ്ടാക്കില്ല എന്നും കേന്ദ്ര വാണിജ്യമന്ത്രി വിശദീകരിച്ചു. അതിനിടെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ എണ്ണ കമ്പനികൾ പിന്മാറുന്നതായി വിവരം. ഏപ്രിൽ മുതൽ വിതരണം ചെയ്യാനുള്ള എണ്ണ വാങ്ങുന്നതിൽ നിന്നാണ് പിന്മാറുന്നത്. ഇന്ത്യ US വ്യാപാര കരാർ രാജ്യത്തെ കർഷകർക്ക് പുത്തൻ സാധ്യതകൾക്ക് ഇടമൊരുക്കുമെന്ന വിശദീകരണമാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റേത്. ഇതിനോടകം $55 ബില്യൺ കാർഷിക മത്സ്യ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. US വിപണി ഇന്ത്യൻ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി. If you will read the joint statement, it says India intends to purchase $500 billion of US energy products. If in the next 5 years we don't grow rapidly, how will we ever achieve $30 trillion economy? And we are convinced that for the next 20-25 years, India will be the fastest growing large economy on the earth. 2 പേജുള്ള രേഖയിൽ എല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലെന്നും സംയുക്ത പ്രസ്താവനയെക്കുറിച്ച് പീയൂഷ് ഗോയൽ പ്രതികരിച്ചു. UPA കാലത്തെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയെ ദോഷകരമായി ബാധിച്ചുവെന്നും വാണിജ്യമന്ത്രിയുടെ വിമർശനം. ഇന്ത്യ US വ്യാപാര കരാറിന് പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ എണ്ണ കമ്പനികൾ പിൻവാങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ മുതൽ വിതരണം ചെയ്യാനുള്ള റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്നാണ് കമ്പനികളുടെ പിന്മാറ്റം. മാർച്ചിൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത റഷ്യൻ എണ്ണ വിതരണം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുമാണ് വിവരം. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയോ എന്നതിൽ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇന്ത്യ US വ്യാപാര കരാർ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോയും വിമർശിച്ചു. 24 ഡൽഹി. ഇന്ത്യ കൊച്ചി കളമശ്ശേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മൃതദേഹം സംസ്കരിച്ചു. കളമശ്ശേരി പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബാംഗങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയിരുന്നു. സൂരജ് ലാമയുടെ മരണം കൊലക്കുറ്റത്തിന് തുല്യമെന്നും നീതി വേണമെന്നും ഭാര്യ റിനി ലാമ പറഞ്ഞു. തന്റെ ഭർത്താവിന്റേത് സാധാരണ മരണമല്ല, കൊലപാതകമാണ്. സംവിധാനങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ പരാതി നൽകുമെന്ന് മരിച്ച സൂരജ് ലാമയുടെ ഭാര്യ റിനി ലാമ. Please help us for this hospital. They didn't look after my husband. They didn't give any respect for my husband. I'm requesting to people, all the channels, please help us. എയർപോർട്ട് അധികൃതർ, പോലീസ്, ആശുപത്രി, അങ്ങനെ നീളുന്നു വീഴ്ച വരുത്തിയവരുടെ പട്ടിക. അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ലാമയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി. നെടുമ്പാശ്ശേരി SHOയും കോടതിയിലെത്തണം. കുവൈറ്റിൽ 4 ഹോട്ടലുകൾ ഉണ്ടായിരുന്ന സൂരജ് ലാമയുടെ 1 മാസം പഴക്കമുള്ള മൃതദേഹമാണ് HMT കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയത്. സൂരജ് ലാമയുടെ മകൻ സാന്തോൻ ലാമ അന്ത്യകർമ്മങ്ങൾ ചെയ്തു. സൂരജ് ലാമ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് അടുത്തയാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. 24 കൊച്ചി. സുന്നി ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത വിട്ടവർ പ്രശ്നം പരിഹരിച്ച് മാതൃസംഘടനയിലേക്ക് തിരിച്ചുവരണമെന്ന് ജിഫ്രി തങ്ങൾ. കാസർകോട് സമസ്ത 100ാം വാർഷിക സമ്മേളന സമാപനത്തിലായിരുന്നു ഐക്യ ആഹ്വാനം. വർഗീയതയ്ക്കെതിരായ സമസ്തയുടെ നിലപാട് സാമൂഹ്യ പ്രസക്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമ്മേളനത്തിനിടെ സംസാരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വേദി വിട്ടു. 3 ലക്ഷത്തിലേറെ പ്രവർത്തകരെ സാക്ഷിയാക്കിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷിക സമ്മേളനത്തിന് സമാപനമായത്. 5 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികൾക്ക് രൂപം നൽകി. അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് സമസ്തയുമായി ബന്ധമുപേക്ഷിച്ച സുന്നി സംഘടനകളെയും വ്യക്തികളെയും തിരിച്ചെത്തിക്കാൻ സമസ്ത മുൻകൈയെടുക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ വിട്ടുനിർത്തപ്പെടുകയോ ചെയ്തതായ വ്യക്തികളോ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംഘടനയുമായും കൊണ്ട് ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് വിട്ടുനിർത്തിയത് അത് പ്രശ്നം പരിഹരിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് അവർ തിരിച്ചു വരണം എന്നാണ് അവരോടും പറയാനുള്ളത്. വ്യക്തികളാണെങ്കിലും അങ്ങനെ തന്നെ. വർഗീയതയ്ക്കെതിരായ സമസ്തയുടെ ചെറുത്തുനിൽപ്പിനെ പുകഴ്ത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഒപ്പം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പരോക്ഷ വിമർശനം. സമസ്തയാകട്ടെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു. ഇന്ത്യയുടെ ബഹുമതഘടനയും ബഹുസ്വര സാംസ്കാരിക പൈതൃകവും
തകർക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുവെന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വേദിയിലെത്തിയെങ്കിലും സംസാരിക്കാതെ മടങ്ങി. ഈജിപ്ത് അൽ അസർ യൂണിവേഴ്സിറ്റി റെക്ടർ ഡോക്ടർ സലാമ ജുമുഅ ദാവൂദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സമസ്ത സെന്റിനറി അവാർഡ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിക്ക് സമ്മാനിച്ചു. വാങ്ങുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറേയും നൽകാൻ വേണ്ടി സയ്യിദുൽ ഉലമയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, പി.കെ. കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ മേഖലകളിൽ പുതിയ പദ്ധതികളും സമസ്ത പ്രഖ്യാപിച്ചു. 24 കാസർഗോഡ്. സൗദി പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നതിൽ സർവ്വകാല റെക്കോർഡ്. കഴിഞ്ഞ വർഷം വിദേശികൾ സ്വന്തം രാജ്യങ്ങളിലേക്ക് അയച്ചത് 165.5 ബില്യൺ റിയാലാണെന്ന് സൗദി സെൻട്രൽ ബാങ്ക് കണക്കുകൾ വ്യക്തമാക്കുന്നു. സാമ്പത്തിക രംഗത്ത് സൗദിയുടെ മാറ്റങ്ങളാണ് പ്രവാസികൾ പണം അയക്കുന്നതിലെ ഈ വർധനവിലൂടെ പ്രതിഫലിക്കുന്നത്. 2025 ആകെ 165.5 ബില്യൺ റിയാൽ സൗദിയിലെ പ്രവാസികൾ നാട്ടിലേക്ക് അയച്ചു. 2024 ഇത് 144.2 ബില്യൺ റിയാലായിരുന്നു. ഒരു വർഷത്തിനിടെ 15% വളർച്ച. സൗദി സെൻട്രൽ ബാങ്കായ സാമ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 മാർച്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ പണം വിദേശികൾ നാട്ടിലേക്ക് അയച്ചത്. ഏകദേശം 15.5 ബില്യൺ റിയാൽ. 2016 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിമാസ നിരക്കാണിത്. കഴിഞ്ഞ ഡിസംബറിൽ 14 ബില്യൺ റിയാൽ വിദേശികൾ നാട്ടിലേക്ക് അയച്ചു. വിദേശികൾക്ക് പുറമെ സൗദി പൗരന്മാരും പണമയക്കുന്നതിൽ പിന്നിലല്ല. കഴിഞ്ഞ വർഷം 70.4 ബില്യൺ റിയാൽ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി സൗദികൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 3% വർധനവ്. 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഡിസംബറിൽ സൗദികൾ പണമയക്കുന്നതിൽ കുറവുണ്ടായെങ്കിലും നവംബറിനെ അപേക്ഷിച്ച് 27.4% വളർച്ച കാണാം. 24 ജിദ്ദ. വ്രതം മാസമായ റംസാൻ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ 1000-ലധികം അവശ്യ വസ്തുക്കൾക്ക് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം വില ഇളവ് പ്രഖ്യാപിച്ചു. ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വിലക്കുറവ് രേഖപ്പെടുത്തിയ മന്ത്രാലയത്തിന്റെ ലേബൽ ഉപഭോക്താക്കൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. റമദാനിൽ വിശ്വാസികളുടെ വർദ്ധിച്ചുവരുന്ന ചിലവുകൾ കണക്കിലെടുത്ത് എല്ലാ വർഷവും അവശ്യ വസ്തുക്കൾക്ക് ഗണ്യമായ വിലക്കുറവ് പ്രഖ്യാപിക്കാറുണ്ട്. നിത്യോപയോഗത്തിന് ആവശ്യമായി വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഒരു മാസത്തേക്ക് വലിയ വിലക്കുറവോടെ വിപണിയിൽ ലഭ്യമാക്കാറുള്ളത്. മന്ത്രാലയം പ്രഖ്യാപിക്കുന്ന വിലക്കുറവ് രേഖപ്പെടുത്തിയ പ്രത്യേക ലാബലോടെയാണ് ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭിക്കാറുള്ളത്. ഇതനുസരിച്ച് മാവ്, പഞ്ചസാര, അരി, പിസ്ത, ചിക്കൻ, എണ്ണ, പാൽ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, പേപ്പർ ടവലുകൾ, അലൂമിനിയം ഫോയിൽ, ഡിറ്റർജന്റുകൾ, വാഷിംഗ് പൗഡറുകൾ തുടങ്ങിയ ഭക്ഷ്യേതര വസ്തുക്കൾ, റമദാനിൽ കൂടുതലായി ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ എന്നിവയുൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവ് ബാധകമായിരിക്കും. കച്ചവടക്കാർ വിലക്കിഴിവ് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഒരു മാസക്കാലം തുടർച്ചയായ പരിശോധനകളും ഉണ്ടായിരിക്കും. അതേസമയം ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വിലക്കുറവ് രേഖപ്പെടുത്തിയ മന്ത്രാലയത്തിന്റെ ലേബൽ ഉപഭോക്താക്കൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇതിനിടെ ഫെബ്രുവരി 18 ബുധനാഴ്ച വ്രതാരംഭം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഖത്തർ കലണ്ടർ ഹൌസ് അറിയിച്ചു. അൻവർ പാലേരി, 24 ദോഹ. തൃശൂർ വാഴാനി ഡാമിന്റെ തീരത്ത് പരിക്കേറ്റ് വനംവകുപ്പിന്റെ ചികിത്സയിലായിരുന്ന കുട്ടിക്കൊമ്പൻ ചെരിഞ്ഞു. അണുബാധയേറ്റ മുറിവുകൾ കരിയാത്തതാണ് മരണകാരണം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാനായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റ് വനംവകുപ്പിന്റെ ചികിത്സയിലായിരുന്നു കുട്ടിക്കൊമ്പൻ. എപ്പോഴാണ് ആന ചെരിഞ്ഞത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ വാഴാനി ഡാമിന്റെ പരിസരത്ത് അമൃത കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ കുട്ടിക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നടക്കാൻ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ നടക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. അതിന് നാട്ടുകാരും അതുപോലെ തന്നെ അവിടേക്ക് വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ പോയ ആളുകളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വിവരങ്ങൾ നൽകിയത് വനംവകുപ്പിന്. അങ്ങനെ വനംവകുപ്പ് ചികിത്സ ആരംഭിച്ചു. പക്ഷെ കാലിലും ശരീരത്തിലെ പല മേഖലകളിലും വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവ് തന്നെയാണ് അതൊരു അണുബാധയായി മാറി. അതിന് ചികിത്സ നൽകിയിരുന്നു. പക്ഷേ ആ ചികിത്സ ഫലിച്ചില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആന ചെരിയുകയായിരുന്നു. 16 വയസ്സുള്ള കുട്ടിക്കൊമ്പനാണ് എന്നാണ് പറയുന്നത്. കൂട്ടം തെറ്റി ഈ മേഖലയിൽ നിൽക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. മറ്റു കാട്ടാനകളെല്ലാം കാട് കയറി പോകുമ്പോഴും ഇതിന് വെള്ളം കുടിച്ച് തിരിച്ചു കയറി പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. എന്തായാലും കാട്ടാന ചെരിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വനത്തിൽ തന്നെ സംസ്കാരവും നടന്നു. അണുബാധ തന്നെയാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അമൃത. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.
സൗദി US നാവികസേനകൾ സംയുക്തമായി നടത്തുന്ന ബ്ലൂ ഡിഫൻഡർ 26 സൈനികാഭ്യാസത്തിന് ജിദ്ദയിൽ തുടക്കമായി. ജിദ്ദയിലെ കിങ് ഫൈസൽ നേവൽ ബേസിലാണ് നാവികസേനാംഗങ്ങൾ പരിശീലനം ആരംഭിച്ചത്. മേഖലയിലെ സമുദ്ര ജലപാതകളിൽ സംഘർഷ സാധ്യതകളും സുരക്ഷാ ഭീഷണികളും നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് സൗദി റോയൽ നേവിയും US നേവിയും ബ്ലൂ ഡിഫൻസ് 26 എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തുന്നത്. ജിദ്ദയിലെ കിങ് ഫൈസൽ നേവൽ ബേസിൽ നടക്കുന്ന പരിശീലനത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും പടക്കപ്പലുകളും പങ്കെടുക്കുന്നുണ്ട്. ചെങ്കടൽ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കപ്പൽ പാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിരോധ തന്ത്രങ്ങളാണ് പരിശീലനത്തിന്റെ പ്രധാന ഭാഗം. യുദ്ധതന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അടിയന്തര സാഹചര്യങ്ങളെ കാര്യക്ഷമമായി നേരിടുന്നതിനുമുള്ള പരിശീലനം സേനകൾ വിജയകരമായി പൂർത്തിയാക്കി. മേഖലയിലെ സമുദ്ര സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ഇരു സേനകളുടെയും സന്നദ്ധത ഈ സൈനിക അഭ്യാസത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിനും സംയുക്ത സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഈ പരിശീലനം നിർണായകമാകും. 24 ജിദ്ദ. ChatGPT വഴി ഔദ്യോഗിക സേവനങ്ങൾ ലഭ്യമാക്കി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. ലോകത്ത് ആദ്യമായാണ് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ സേവനങ്ങൾ ChatGPT വഴി ലഭ്യമാക്കുന്നത്. ഡിജിറ്റൽ നവീകരണത്തിൽ മുൻപന്തിയിലെത്തുകയാണ് ലക്ഷ്യമെന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി MD വ്യക്തമാക്കി. പഴയ രീതികൾക്ക് വിട. ദുബായിലെ വൈദ്യുത ജല അതോറിറ്റിയിലെ സേവനങ്ങൾക്ക് ഇനി ChatGPTയുടെ സഹായം തേടാം. ബില്ലുകൾ ലഭ്യമാക്കൽ, പരാതി നൽകൽ, അറിയിപ്പുകൾ ലഭിക്കൽ തുടങ്ങിയവയ്ക്ക് ഇനി ChatGPT ഉപയോഗിക്കാം. ലോകത്താദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ സേവനങ്ങൾ ChatGPT വഴി ലഭ്യമാക്കുന്നത്. വെബ്സൈറ്റുകളും സ്മാർട്ട് ആപ്ലിക്കേഷനുകളും വഴിയായിരുന്നു നേരത്തെ ദേവ സേവനങ്ങൾ നൽകിയിരുന്നത്. ഡിജിറ്റൽ നവീകരണത്തിലും AI-യിലും ദുബായിയെ മുന്നിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ദേവ MDയും CEOയുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ പറഞ്ഞു. ദേവയുടെ കീഴിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സെന്ററുകളുടെ ലൊക്കേഷൻ കണ്ടെത്താനും ChatGPT വഴി സാധിക്കും. സുരക്ഷിതത്വവും സ്വകാര്യതയും ഉറപ്പാക്കി കൂടുതൽ സേവനങ്ങൾ ChatGPTയിലൂടെ ലഭ്യമാക്കാനാണ് ദേവയുടെ തീരുമാനം. 24 ദുബായ്. ഖത്തറിൽ സ്വകാര്യ വാഹനങ്ങൾ ടാക്സിയായി ഉപയോഗിക്കുന്നത് നിയമലംഘനമാണെന്നും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. രജിസ്ട്രേഷൻ അനുമതിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഉപയോഗത്തിന് പുറമെ സ്വകാര്യ വാഹനങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. രാജ്യത്തെ റോഡ് സുരക്ഷ ഉറപ്പാക്കാനും ഗതാഗത ക്രമം നിലനിർത്താനുമാണ് ഇത്തരം നിയമങ്ങളെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. വാക്ക് ഫോർ ഗ്രീൻ ക്യാമ്പയിനുമായി ദുബായിൽ വാക്കത്തോൺ സംഘടിപ്പിച്ച ലുലു ഗ്രൂപ്പ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം S. ശ്രീശാന്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. 36,000-ലേറെ പേർ വാക്കത്തോണിൽ പങ്കാളികളായി. വോക്ക് ഫോർ ഗ്രീൻ എന്ന ഹാഷ്ടാഗോടെ ആരോഗ്യകരമായ ജീവിതശൈലി, ഫിറ്റ്നസ്, സുസ്ഥിരത എന്നീ സന്ദേശങ്ങൾ പങ്കുവച്ചായിരുന്നു ലുലു വാക്കത്തോൺ. 128-ലധികം രാജ്യങ്ങളിൽ നിന്നായി 36,000-ലേറെ പേരുടെ റെക്കോർഡ് പങ്കാളിത്തമാണ് ഉണ്ടായത്. 3 കിലോമീറ്റർ നീണ്ട വാക്കത്തോൺ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം S. ശ്രീശാന്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യകരമായ ജീവിതശൈലിക്കും ഫിറ്റ്നസിനും പ്രാധാന്യം നൽകിയുള്ള ലുലു വാക്കത്തോണിലെ മികച്ച ജനപങ്കാളിത്തം ശ്രദ്ധേയമായതായി S. ശ്രീശാന്ത് പറഞ്ഞു. Hello Dubai, thank you very much. This energy is so good. I never knew that this kind of energy, and obviously it's Lulu Group and the entire Dubai is here. It's fun entertainment, walking along with such legends. It's an amazing honor. One thing I would say is fitness is. I always say fitness. You should be put it as the first option. UAE മുന്നോട്ട് വയ്ക്കുന്ന മികച്ച ജീവിതശൈലി സന്ദേശങ്ങൾക്ക് കരുത്തേകുന്നതാണ് ലുലു വാക്കത്തോൺ എന്ന ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA വ്യക്തമാക്കി. മികച്ച ആരോഗ്യത്തിന്റെയും ഒത്തൊരുമയുടെയും സുസ്ഥിരതയുടെയും സന്ദേശം എടുത്തുകാട്ടുന്നതാണ് വാക്കത്തോൺ എന്ന് ലുലു മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ V. നന്ദകുമാർ പറഞ്ഞു. മാസ്റ്റർ കാർഡ് റീറ്റെയിൽ ആൻഡ് കൊമേഴ്സ് സീനിയർ വൈസ് പ്രസിഡന്റ് ഒമേക്കെ അഡബാൻജോ, ലുലു CEO സെയ്ഫി രൂപവാല, ചീഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം VI, ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷാബു അബ്ദുൽ മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു. 24 ദുബായ്. ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലെ അൽ നസർ പരിശീലന ക്യാമ്പിൽ തിരിച്ചെത്തി. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ പോരാട്ടം പടിവാതിൽക്കൽ എത്തി നിൽക്കെ താരം പരിശീലനത്തിനെത്തിയ ആശ്വാസത്തിലാണ് ആരാധകർ. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് റൊണാൾഡോ കോച്ചിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാണോ ടീം മാനേജ്മെന്റുമായുള്ള തർക്കമാണോ വിട്ടുനിൽക്കലിന് പിന്നിലെന്ന് വ്യക്തമല്ലെങ്കിലും ഫുട്ബോൾ ലോകത്ത് ഇത് വലിയ ചർച്ചയായിരുന്നു. ബുധനാഴ്ച തുർക്ക്മെനിസ്ഥാനിൽ അർക്കാഗാദിനെതിരെ ഉള്ള എവേ മത്സരത്തിൽ താരം ബൂട്ടണിയുമോ എന്ന് വ്യക്തമല്ല. സൗദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ചില ക്ലബ്ബുകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്ന് പരാതി നൽകിയ റൊണാൾഡോ
കരീം ബെൻസേമ ശീതകാല ട്രാൻസ്ഫറിന്റെ അവസാന ഘട്ടം ഇത്തിഹാദിൽ നിന്ന് അൽ ഹിലാലിലേക്ക് മാറിയതിനെ വിമർശിച്ചിരുന്നു. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ +2 വിദ്യാർത്ഥികൾക്കായി ഗ്രാജുവേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന 554 വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ കോൺസൽ ജനറലിന്റെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. 2025-26 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറിമണിയാണ് ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത്. ജിദ്ദയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രധാന വിദ്യാലയത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഈ വർഷം പടിയിറങ്ങുന്നത് 254 ആൺകുട്ടികളും 300 പെൺകുട്ടികളുമടക്കം 554 വിദ്യാർത്ഥികളാണ്. മുഖ്യാതിഥിയായി എത്തിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, പത്നി ഫഹ്മിന ഖാൻ, മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അസ്ലം ഖാൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പരസ്പര സഹകരണത്തിലൂടെയും കൂട്ടായ ശ്രമങ്ങളിലൂടെയുമാണ് ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുകയെന്ന് കോൺസൽ ജനറൽ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. In life, very little is achieved alone. The ability to work with others, the ability to trust others, and the ability to support one another is what makes great teams and great leaders. In many ways, the friendships that you have cultivated and built here during your time at the school are in fact your first lessons in teamwork and leadership. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ ചടങ്ങിൽ ആമുഖ പ്രസംഗം നടത്തി. ഹെഡ് ബോയ് മുഹമ്മദ് ആതിഫും ഹെഡ് ഗേൾ സഫ മൊഹീദ്ദീൻ ഖാനും തങ്ങളുടെ സ്കൂൾ ജീവിതത്തിലെ ഹൃദ്യമായ അനുഭവങ്ങൾ വേദിയിൽ പങ്കുവച്ചു. 10,000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ വളർച്ചയിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പങ്കിനെ ചടങ്ങിൽ സംസാരിച്ചവർ അഭിനന്ദിച്ചു. സ്കൂൾ ക്യാബിനറ്റ് തയ്യാറാക്കിയ വീഡിയോ പ്രദർശനവും ചടങ്ങിന്റെ പ്രധാന ആകർഷണമായിരുന്നു. പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ വിടപറയൽ ചടങ്ങ് വലിയ ആഘോഷമാക്കി മാറ്റി. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം സ്കൂൾ ക്യാബിനറ്റ് അംഗങ്ങളോടൊപ്പം അത്താഴ വിരുന്നിൽ പങ്കുചേരാനും കോൺസൽ ജനറൽ സമയം കണ്ടെത്തി. തന്റെ ഔദ്യോഗിക അനുഭവങ്ങളും വരും കാലത്തെ ഭാവി സാധ്യതകളും അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു. ജലീൽ കണമകലം, 24, ജിദ്ദ. ഖത്തർ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 10 ചൊവ്വാഴ്ച ഔദ്യോഗിക അവധിയായിരിക്കുമെന്ന് അമീരി ദിവാൻ അറിയിച്ചു. എല്ലാ വർഷവും ഫെബ്രുവരി 2ാമത്തെ ചൊവ്വാഴ്ചയാണ് ദേശീയ കായിക ദിനം ആഘോഷിക്കാറുള്ളത്. കായിക ദിനത്തോടനുബന്ധിച്ച് വിവിധ പ്രവാസി സംഘടനകളുടെ വിപുലമായ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. യുഎഇയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള നിരോധനം കർശനമാക്കി. കുട്ടികളിൽ നിന്ന് ഫോൺ കണ്ടെത്തിയാൽ 1 മാസത്തേക്ക് പിടിച്ചുവെക്കും. വീണ്ടും ആവർത്തിച്ചാൽ 1 വർഷം വരെ ഫോൺ തിരികെ കൊടുക്കില്ല എന്നാണ് പുതിയ സർക്കുലർ. യുഎഇയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ഫോൺ കൊണ്ടുവരുന്നത് നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു. ഈ നിരോധനം കൂടുതൽ ശക്തമാക്കിയാണ് പുതിയ സർക്കുലർ. കുട്ടികളിൽ നിന്ന് ഫോൺ കണ്ടെടുത്താൽ ഇനി തിരിച്ചു കൊടുക്കില്ല. 1 മാസം സ്കൂളിൽ സൂക്ഷിക്കും. വീണ്ടും ഫോൺ കൊണ്ടുവന്നാൽ 1 വർഷത്തേക്ക് തിരികെ നൽകില്ല. നിരോധനം കർശനമാക്കിയതായും ആർക്കും ഇളവ് നൽകില്ലെന്നും സർക്കുലറിൽ പറയുന്നു. സ്കൂളിൽ ഐപാഡ് കൊണ്ടുവരുന്നത് പഠനാവശ്യത്തിന് മാത്രമായിരിക്കണം. ക്ലാസുകൾക്ക് മുൻപോ ശേഷമോ ഇടവേളകളിലോ ഐപാഡ് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ അവ പിടിച്ചെടുക്കും. 2018 മന്ത്രിസഭാ തീരുമാനപ്രകാരമായിരുന്നു നേരത്തെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. മാർഗനിർദ്ദേശം എന്ന രീതിയിലാണ് തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ പുതിയ സർക്കുലറോടെ കർശന മാർഗനിർദ്ദേശം നിയമമായി മാറുകയാണ്. 24, ദുബായ്. ഇൻകാസ് ഖത്തർ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഖത്തർ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റ് സ്മാഷ് ഫിയസ്റ്റ 2K26 സീസൺ 2 ഈ മാസം 13 നടക്കുമെന്ന് ഭാരവാഹികൾ. ഉച്ചകഴിഞ്ഞ് 1 മണി മുതൽ രാത്രി 10 മണി വരെ മിസൈമീറിലെ ഹാമിൽട്ടൺ ഇന്റർനാഷണൽ സ്കൂൾ ക്ലോബർ സ്പോർട്സ് സെന്ററിലാണ് ടൂർണമെന്റ് നടക്കുക. വിജയികൾക്ക് ആകർഷകമായ ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും ട്രോഫികളും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഖത്തറിൽ സ്ഥിരതാമസക്കാരായ എല്ലാ രാജ്യക്കാർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഫെബ്രുവരി 11 രജിസ്ട്രേഷനുള്ള അവസാന തീയതി. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ സ്വീകരിക്കുമെന്ന പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കടന്നാക്രമിച്ച് സിപിഐഎം. കോലിബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് വി ഡി സതീശനെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നടിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട തന്റെ പരാമർശത്തിൽ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്കെതിരെ മുതിർന്ന സിപിഐഎം നേതാവ് എ കെ ബാലനും രംഗത്തെത്തി. അതാ പറയുന്നത് 40 കൊല്ലം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം പറയാണ്, നുണ പറയുക എന്നുള്ളതാണ്. നുണ പറയുന്ന രോഗമാണ് ഈ വി ഡി സതീശന്. ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ്, നുണരോഗം. കോലിബി സഖ്യാണ് മുമ്പ്, ഇപ്പോഴതിൻ്റെ ഒരു പുതിയ പതിപ്പ്. അതിൻ്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും കൂടി ചേർന്നാൽ ആ ചേരുന്ന 4 എന്ന് പറഞ്ഞാൽ കോലിബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട്
ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിൽ മുസ്ലിം ലീഗിന്റെ പ്രതികരണം എന്തെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്ന വി ഡി സതീശന്റെ പ്രതികരണത്തിലാണ് CPIM രംഗത്തെത്തിയത്. ഇതിനിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശത്തിൽ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്കെതിരെ മുതിർന്ന CPIM നേതാവ് AK ബാലൻ മറുപടിയുമായെത്തി. പണ്ടൊക്കെ പാർട്ടി നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും അതിനൊപ്പം നിൽക്കും. ഇപ്പോൾ അങ്ങനെയല്ലെന്നും AK ബാലൻ. എല്ലാ പാർട്ടി മെമ്പർമാരും മനുഭാവികളും വർഗഭോജന സംഘടനകളും രംഗത്ത് വരണം. പണ്ടെന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എതിരായിട്ട് പറയാൻ പറ്റില്ല. ഈ പാർട്ടി മെമ്പർമാരും അതുപോലെ തന്നെ അനുഭാവികളും ഇതങ്ങ് ഏറ്റെടുക്കും. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് വെള്ളപൂശുന്നുവെന്നാണ് BJP വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഭരണം നേടാനാണ് UDFന്റെ നീക്കമെന്നും BJP നേതാവ് K സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. വി ഡി സതീശന്റെ ജമാഅത്തെ പരാമർശത്തിൽ മറ്റ് UDF നേതാക്കൾ പ്രതികരിക്കാത്തതും ചർച്ചയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.